ഡിവിഷണൽ അക്കൗണ്ടന്റിന്റെ മെയിൻസ് എക്സാമിന്റെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ മെയിൻസ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആൻസേഴ്സ് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് വേണം എഴുതാൻ. ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് എഴുതുക എന്ന് പറയുമ്പോൾ എല്ലാ സ്റ്റെപ്സും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ എഴുതേണ്ടതായിട്ടുണ്ട്. എല്ലാ സ്റ്റെപ്സും നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഡയഗ്രാം അത്യാവശ്യമുള്ള ഫിഗേഴ്സിന് മസ്റ്റ് ആയിട്ട് ഡയഗ്രാം വരയ്ക്കുക. അതെല്ലാം ഒരു പ്ലസ് പോയിന്റ് ആണ്. ഡയഗ്രാം ഒക്കെ ചിലപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡയഗ്രാം ആണെങ്കിൽ പോലും അത് വരച്ച് തന്നെ ആ ഒരു ഡയഗ്രാം വരച്ച് തന്നെ നമ്മൾ അതിന്റെ ആൻസർ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിലെല്ലാം കൂടുതൽ നമ്മുടെ പേപ്പർ ഒന്ന് സ്റ്റാൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സഹായിക്കും. കാരണം ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓഫ് എക്സാം ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആൻസർ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കണ്ടെത്തുക. ആൻസർ കണ്ടെത്തിയിട്ട് നമുക്ക് അതിന്റെ വാല്യുവേഷൻ എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് അതിലൊന്നും ചെയ്യാനായിട്ടില്ല. പക്ഷേ ഇവിടെ ഇതൊരു ഡിസ്ക്രിപ്റ്റീവ് എക്സാം ആയതുകൊണ്ട് നമ്മുടെ പേപ്പറിനെ എങ്ങനെയൊക്കെ വ്യത്യസ്തമാക്കാം, എങ്ങനെയൊക്കെ മറ്റുള്ള പേപ്പറിൽ നിന്ന് ഒന്ന് സ്റ്റാൻഡ് ഔട്ട് ചെയ്യിപ്പിക്കാം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതെല്ലാം നമ്മുടെ റാങ്കിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് തന്നെയാണ്. അപ്പൊ എത്രത്തോളം ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് തന്നെ അത് എഴുതുക. ക്വസ്റ്റ്യൻസ് എല്ലാം വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും, അല്ലെങ്കിൽ വളരെ സിമ്പിൾ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിലബസ് ഒന്നും നമുക്ക് മാത്സിലില്ല. നമുക്ക് പ്രിലിംസിൽ ഉണ്ടായിരുന്ന അതേ സിലബസ് തന്നെയാണ് മെയിൻസിലും ഉള്ളത്. ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് എഴുതണം എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. അപ്പൊ ക്വസ്റ്റ്യൻസ് എത്ര മാർക്കിനാണ് എന്നുള്ളതെല്ലാം അതിൽ സൂചിപ്പിച്ചിരിക്കും. ആ മാർക്കിനനുസരിച്ചായിരിക്കണം നമ്മൾ എഴുതേണ്ടത്. ചിലപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള 1-2 സ്റ്റെപ്സിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോലും എല്ലാ സ്റ്റെപ്സും എഴുതി വളരെ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് തന്നെ അത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഇതാണ് ആദ്യം തന്നെ പറയാനായിട്ടുള്ളത്. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരികയാണെങ്കിൽ ഫൈൻഡ് ദ ഡിജിറ്റ് ഇൻ ദ യൂണിറ്റ് പ്ലേസ് ഓഫ് 2⁻83. ഇതാണ് ക്വസ്റ്റ്യൻ. 2⁻83യുടെ യൂണിറ്റ് പ്ലേസ്, അതായത് വൺസിന്റെ പ്ലേസിൽ എത്രയാണ് നമ്മൾ കിട്ടുന്നത് എന്നുള്ളത് ഒന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതെന്തായാലും ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റില്ല, നമുക്ക് എന്തെങ്കിലും ഒരു ടെക്നിക്ക് യൂസ് ചെയ്യേണ്ടി വരും. അപ്പൊ നമുക്കിവിടെ പവേഴ്സ് ആദ്യം കണ്ടുപിടിക്കാം. ഓക്കെ, ഓരോ പവേഴ്സ് ആയിട്ട് നമുക്ക് നോക്കാം. 2ന്റെ ഓരോ പവേഴ്സ് ആയിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, പവേഴ്സും എടുക്കാം, അതിന്റെ വാല്യൂസും എടുക്കാം. പവേഴ്സും അതിന്റെ വാല്യൂസും. ഇപ്പൊ 2⁻1 ആണെങ്കിൽ അതിന്റെ വാല്യൂ 2 തന്നെയാണ്. അതുപോലെ 2⁻2, 2 സ്ക്വയർ ആണെങ്കിൽ 2 സ്ക്വയറിന്റെ വാല്യൂ നമുക്കറിയാം 4 ആണ്. 2 ക്യൂബ് ആണെങ്കിലോ 2 ക്യൂബിന്റെ വാല്യൂ 8 ആണ്. അതുപോലെ 2⁻4 ആകുമ്പോൾ 8 ഇൻറ്റു അഗെയിൻ 2, അത് 16 ആണ്. അപ്പൊ നമ്മൾക്ക് ഇവിടെ വൺസിന്റെ പ്ലേസിൽ വരുന്ന വാല്യൂ എന്ന് തന്നെ കറക്റ്റ് ആയിട്ട് എഴുതണം. വാല്യൂ ഇൻ ദ വൺസ് പ്ലേസ്, വൺസിന്റെ പ്ലേസിൽ വരുന്ന വാല്യൂ അത് 6 ആണ്. അപ്പൊ 2, 4, 8, 6 എന്നിങ്ങനെയാണ് ആ ഒരു നമ്പേഴ്സ് ആദ്യം വരുന്നത്. ഇനി അടുത്ത 2⁻5 നോക്കാം. 2⁻5 വരുമ്പോൾ അതിന്റെയും യൂണിറ്റ് പ്ലേസിൽ വരുന്ന നമ്പർ വീണ്ടും 2 ആയിട്ട് മാറുകയാണ്, കാരണം 32. അടുത്തത് 2⁻6 നോക്കാം. 2⁻6 ആകുമ്പോഴത്തേക്ക് വീണ്ടും 4 വരെയാണ്. ഓക്കെ, കാരണം 64, 32 × 2 64. അപ്പോ വൺസിന്റെ പ്ലേസിൽ വരുന്ന നമ്പർ 4 ആണ്. അതുപോലെ 2⁻7, അടുത്ത നമ്പർ 2⁻7 എടുക്കുമ്പോൾ വീണ്ടും 64 × 2, അത് 128 എന്ന് കിട്ടും. അപ്പൊ വീണ്ടും വൺസിന്റെ പ്ലേസിൽ വരുന്ന നമ്പർ 8 ആണ്. അപ്പൊ ഇങ്ങനെയാണ് ഈ ഒരു വാല്യൂ പ്രോഗ്രസ് ചെയ്യുന്നത്. അപ്പൊ ഇതുവരെ എഴുതുമ്പോൾ തന്നെ നമുക്കൊരു പാറ്റേൺ മനസ്സിലാവും. 2, 4, 8, 6, വീണ്ടും 2, 4, 8, 6, അങ്ങനെ ഈ വാല്യൂസ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മൾ ഇവിടെ പവേഴ്സ് നോക്കുകയാണെങ്കിൽ പവേഴ്സ് മാത്രം എടുക്കാം, എല്ലാത്തിന്റെ ബേസ് സെയിം ആണല്ലോ. അപ്പൊ 1, 2, 3, 4, 5, 6 അങ്ങനെയാണ് പവേഴ്സ് പോകുന്നത്. അപ്പൊ ഈ പവേഴ്സ് പോകുന്നതിനനുസരിച്ച് ഇതിന്റെ വാല്യൂല് കറക്റ്റ് ആയിട്ട് ഒരു പീരിയോഡിക് ആയിട്ടുള്ള ഒരു റിപ്പീറ്റേഷൻ വരുന്നുണ്ട്. അപ്പോ അതെന്താണ്, അത് തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ 1 വരുമ്പോൾ, പവർ 1 ആയിട്ട് വരുമ്പോൾ വാല്യൂ കിട്ടുന്നത് 2 ആണ്. പവർ 2 ആയിട്ട് വരുമ്പോൾ വാല്യൂ കിട്ടുന്നത് 4 ആണ്. പവർ 3 ആയിട്ട് വരുമ്പോൾ വാല്യൂ കിട്ടുന്നത് 8ഉം പവർ 4 ആയിട്ട് വരുമ്പോൾ വാല്യൂ കിട്ടുന്നത് 6ഉം ആണ്. അതായത് ഈ പവറിനെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ, കാരണം എവറി 4 നമ്പേഴ്സ് കഴിഞ്ഞിട്ടാണ് ഈ ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പൊ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന റിമൈൻഡർ, 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന റിമൈൻഡർ 1 ആണെങ്കിൽ അതിന്റെ അർത്ഥം ആ ഒരു വാല്യൂവിന്റെ വൺസിന്റെ പ്ലേസിൽ 2 ആയിരിക്കും എന്നാണ്. ആ ഒരു സംഖ്യയുടെ വൺസിന്റെ പ്ലേസിൽ 2 ആയിരിക്കും എന്നാണ്. ഇനി റിമൈൻഡർ 2 ആണെങ്കിൽ അത്
4ഉം റിമൈൻഡർ 3 ആണ് വരുന്നതെങ്കിൽ അത് 8ഉം റിമൈൻഡർ 4. അപ്പൊ 4 വെച്ച് ചെയ്യുമ്പോൾ റിമൈൻഡർ അങ്ങനെ 4 വരാറില്ല. റിമൈൻഡർ 0 ആയിട്ട് വരികയാണെങ്കിൽ അതിന്റെ ഫൈനൽ വൺസിന്റെ പ്ലേസിൽ വരുന്ന നമ്പർ 6ഉം ആയിരിക്കും. ഇതാണ് നമ്മുടെ ആ ഒരു ജനറൽ ഇത്. ഓക്കെ, അപ്പോ ഓരോ എവറി 4 സൈക്കിൾ ആ ഒരു ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്യാണ്. അപ്പൊ ഇവിടെ നമുക്ക് ഈ ഒരു എക്സ്പോണന്റ് ആയിട്ടുള്ള 83നെ ബേസ് 2ഉം എക്സ്പോണന്റ് 83യുമാണ്. അപ്പൊ എക്സ്പോണന്റ് ആയിട്ടുള്ള 83നെ നമുക്ക് എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യാം? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 83നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് 20 into 4 is 80. അപ്പൊ റിമൈൻഡർ നമുക്കറിയാം, റിമൈൻഡർ 3 വരും. ഇതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ എഴുതണം. അതായത് നമുക്ക് കിട്ടുന്നത് 20 ആണ്, അതിനുശേഷം വരുന്ന റിമൈൻഡർ 3 ആണ് എന്നുള്ള കാര്യമില്ല, നമ്മൾ എഴുതണം. ഓക്കെ, അപ്പൊ റിമൈൻഡർ 1 ആണെങ്കിൽ അവസാനം 2 വരുന്നു. റിമൈൻഡർ 2 ആണെങ്കിൽ വൺസിന്റെ പ്ലേസിൽ 4 വരുന്നു. റിമൈൻഡർ 3 ആണെങ്കിൽ വൺസിന്റെ പ്ലേസിൽ വരുന്ന നമ്പർ 8 ആണ്. റിമൈൻഡർ 3 ആണെങ്കിൽ വൺസിന്റെ പ്ലേസിൽ വരുന്ന നമ്പർ 8 ആണ്. അപ്പൊ ഇവിടെ നമ്മുടെ ആൻസർ എന്താണ്? ഇവിടെ 2⁻83യുടെ യൂണിറ്റ് പ്ലേസിൽ വരുന്ന നമ്പർ 8 ആണ്. ഓക്കെ, യൂണിറ്റ് പ്ലേസിൽ വരുന്ന നമ്പർ 8 ആണ്. അതാണ് ആൻസർ. അപ്പൊ ഇങ്ങനെയാണ് ഇത് ചെയ്തെടുക്കുന്നത്. ഇത് നമുക്ക് എത്രത്തോളം ഡീറ്റെയിൽഡ് ആയിട്ട് അതിന്റെ ഒരു മോഡല് ഇവിടെ കാണിച്ചിട്ടുണ്ട്. മോഡൽ ഇങ്ങനെ നമുക്ക് ചെയ്യാം. ഇങ്ങനെ കറക്റ്റ് ആയിട്ട് പവേഴ്സും വാല്യൂസും ഒക്കെ എഴുതി ഒരു പവറും കൂടെ എഴുതണം. കാരണം ഒരു റിപ്പീറ്റേഷൻ കാണിക്കാനായിട്ട് 2, 4 വരെ ഉള്ളൂ. ഒരു പവറും കൂടെ എഴുതുകയാണെങ്കിൽ അത് നല്ലതാണ്. അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും എന്ന് പറയുക. എന്നിട്ട് ഇതാ 2, 4, 6, 8 ആ സൈക്കിൾ റിപ്പീറ്റ് ചെയ്യുന്ന കാര്യം, അതുപോലെ ആ ഒരു ഡിവൈഡ് ചെയ്യുന്ന കാര്യം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ഒരു മോഡൽ ആൻസർ ഇവിടെ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതേപോലെ എത്രത്തോളം ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് എഴുതാൻ പറ്റുമോ അത്രത്തോളം ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് തന്നെ ആൻസർ എഴുതുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഓരോ സ്റ്റെപ്പും സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2 അങ്ങനെ തന്നെ എടുത്തെഴുതുക. ഏറ്റവും അവസാനം നമ്മൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതിന്റെ ആൻസർ ആ സെന്റൻസ് ആയിട്ട് തന്നെ എഴുതി വെക്കുക. അതായത് എന്താണോ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് അത് ഏറ്റവും അവസാനം ഈക്വൽ ടു ഇട്ട് എഴുതാതെ ഒരു സെന്റൻസ് പോലെ എഴുതി വെക്കാൻ പറ്റിയാൽ അത്രയും നല്ലതാണ്. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ദ ഡിജിറ്റ് ഇൻ ദ യൂണിറ്റ് പ്ലേസ് ഓഫ് 2⁻83 ആണ്. അപ്പൊ നമ്മുടെ ഫൈനൽ ആൻസർ എങ്ങനെ വരണം? ദ ഡിജിറ്റ് ഇൻ ദ യൂണിറ്റ് പ്ലേസ് ഓഫ് 2⁻83 ഈസ് 8 എന്ന് തന്നെ എഴുതി അത് അവസാനിപ്പിക്കുക. ഓക്കെ, അപ്പൊ ഇതാണ് ആ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ഇതേപോലെ ഓരോ ക്വസ്റ്റ്യനും എങ്ങനെയാണ് നമ്മൾക്ക് ചെയ്യേണ്ടത് എന്ന് നോക്കാം. അതിന്റെ ഒരു മോഡൽ ആൻസർ നമുക്ക് നോക്കാം. അപ്പൊ ഇങ്ങനെ നമുക്ക് ചെയ്തു പോവാം. ഇതിന് നിങ്ങൾക്ക് ഇത് തന്നെ ഫോളോ ചെയ്യണമെന്നില്ല. പക്ഷെ എത്രത്തോളം ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് തന്നെ ആൻസർ ചെയ്യുക. അത് കമ്പൾസറി ആണ്. ഓക്കെ, ഇനി അടുത്ത രണ്ടാമത്തെ ചോദ്യം, എക്സാമിൻ വെദർ x is equal to 3 is a zero of the polynomial. ഒരു പോളിനോമിയൽ കൊടുത്തിട്ടുണ്ട്. x³ - 4x² plus x plus 6 എന്ന് പറയുന്ന ഒരു പോളിനോമിയൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ x is equal to 3 0 ആണോ, ആ പോളിനോമിയലിന്റെ ഒരു 0 ആണോ എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് പോളിനോമിയൽ ചാപ്റ്റർ നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു. പോളിനോമിയൽസിന്റെ ക്ലാസ്സസും നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ പോളിനോമിയൽസിന്റെ ക്ലാസ്സിൽ നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുണ്ടായിരുന്ന 2 തിയറമാണ്. ഒന്ന് ഫാക്ടർ തിയറം, ഓക്കെ, മറ്റൊന്ന് റിമൈൻഡർ തിയറം. ഇങ്ങനെ 2 തിയറമാണ് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത്. അതിൽ ഫാക്ടർ തിയറം പറയുന്നത് എന്താണ്? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ, ഓക്കെ, അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന പോളിനോമിയൽ എക്സ് മൈനസ് എ എന്ന് പറയുന്ന ഒരു പോളിനോമിയൽ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്താൽ അതിന്റെ ഫാക്ടർ എഫ് ഓഫ് എ ആയിരിക്കും. ഇതാണ് നമ്മുടെ റിമൈൻഡർ തിയറം പറയുന്നത്. അതിന്റെ ആ ഒരു വാല്യൂ, ആ ഒരു റിമൈൻഡർ എന്ന് പറയുന്നത് എഫ് ഓഫ് എ ആയിരിക്കും. ഒന്നുകൂടെ, എന്താണ്? എഫ് ഓഫ് എക്സ് ഈസ് ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് എ. അങ്ങനെയാണെങ്കിൽ അവിടെ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ എഫ് ഓഫ് എ ആയിരിക്കും. അതായത് എക്സ് മൈനസ് എനെ നമ്മൾ 0ക്ക് ഇക്വേറ്റ് ചെയ്യണം. അപ്പൊ എക്സ് ഈസ് ഈക്വൽ ടു എ കിട്ടും. ആ എക്സ് ഈസ് ഈക്വൽ ടു എ നമ്മുടെ എക്സിന് പകരം കൊടുത്താൽ കിട്ടുന്ന സംഖ്യ ഏതാണോ അതാണ് അവിടുത്തെ റിമൈൻഡർ. ഇതാണ് റിമൈൻഡർ തിയറം. ഓക്കെ, ഇനി ഫാക്ടർ തിയറം നോക്കുകയാണെങ്കിൽ എഫ് ഓഫ് എ എന്ന് പറഞ്ഞൊരു വാല്യൂ, 0 ആണ് കിട്ടുന്നതെങ്കിൽ എക്സ് മൈനസ് എ എന്ന് പറയുന്നത് എന്തായിരിക്കും? ആ ഒരു പോളിനോമിയലിന്റെ ഒരു ഫാക്ടർ ആയിരിക്കും. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന പോളിനോമിയലിന്റെ ഒരു ഫാക്ടർ ആയിരിക്കും എക്സ് മൈനസ് എ എന്ന് പറയുന്ന ഒരു പോളിനോമിയൽ. അപ്പൊ ഇതാണ് ഫാക്ടർ തിയറം എന്ന് പറയുന്നത്. ഇനി ഈ എയുടെ വാല്യൂ എഫ് ഓഫ് എ ഇസ് ഈക്വൽ ടു 0 എന്ന് ഞാൻ പറഞ്ഞില്ലേ? അപ്പൊ നമുക്ക് ഇവിടെ കിട്ടുന്ന എയുടെ വാല്യൂ എത്രയാണോ ആ എനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സീറോ ഓഫ് ദ പോളിനോമിയൽ. അപ്പൊ എന്താ സീറോ ഓഫ് ദ പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ? അത് സിമ്പിൾ ആണ്. ഏത് വാല്യൂ ആണോ എക്സിന് കൊടുക്കുമ്പോൾ ഈ ഒരു പോളിനോമിയലിന്റെ ഇത് റിസൾട്ട് 0 ആവുന്നത്, ആ ഒരു വാല്യൂവിനെ, എക്സിന്റെ ആ ഒരു വാല്യൂവിനെയാണ് നമ്മൾ സീറോ ഓഫ് ദ പോളിനോമിയൽ എന്ന് പറയുന്നത്. ഓക്കെ,
അപ്പൊ ഇത്രയുമാണ് നമ്മൾ അതിൽ മനസ്സിലാക്കാനുള്ളത്. ഫാക്ടർ തിയറം, റിമൈൻഡർ തിയറം, ഇതൊക്കെ നമ്മൾ പോളിനോമിയൽസിൽ പഠിച്ചതാ. അപ്പൊ നമുക്കിനി ഓരോ സ്റ്റെപ്പായിട്ട് ചെയ്യാം. അപ്പൊ നമുക്കിവിടെ ചെക്ക് ചെയ്യേണ്ടത് എന്താണ്? എക്സ് ഇസ് ഈക്വൽ ടു 3 ഈ പോളിനോമിയലിന്റെ ഒരു 0 ആണോ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പൊ നമ്മൾ ഡീറ്റെയിൽ ഡാറ്റ എഴുതണം. ടു ചെക്ക് ഇഫ് എന്താണ് എക്സ് മൈനസ് 3 ഇസ് ദ 0 ഓഫ് ദ പോളിനോമിയൽ. ആ പോളിനോമിയലിന്റെ വാല്യൂ ഒക്കെ എഴുതുക. ഓക്കെ, അപ്പോ ആ പോളിനോമിയൽ സ്ഥലത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു, ഇപ്പൊ ഈ പോളിനോമിയൽ ഇതാണ്, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് 4x സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 6 ആണ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. ആ എഫ് ഓഫ് എക്സിൽ എക്സിന് പകരം നമ്മൾ എന്ത് ചെയ്യുക? 3 ഇക്വേറ്റ് ചെയ്യുക. ഇതെല്ലാം സെന്റൻസ് ആയിട്ട് കൂടെ നമ്മൾ എഴുതി വെക്കുക. ഓക്കെ, എക്സ് ഇസ് ഈക്വൽ ടു 3. അപ്പൊ എക്സ് ഇസ് ഈക്വൽ ടു 3 എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? എഫ് ഓഫ് 3 ആണ് അല്ലെ? എഫ് ഓഫ് 3 എന്ന് പറഞ്ഞാൽ എന്താ? എഫ് ഓഫ് 3 ഇസ് ഈക്വൽ ടു 3 ക്യൂബ് മൈനസ് 4 ഇൻറ്റു 3 സ്ക്വയർ പ്ലസ് 3 പ്ലസ് 6 എന്നാ വരിക. ഇതെല്ലാം എടുത്തെഴുതണം, ഒന്നും മനക്കണക്കായിട്ട് ചെയ്യരുത്. അപ്പൊ 3 ക്യൂബ് എന്ന് പറഞ്ഞാൽ അത് 27 ആണ്, അത് എടുത്തെഴുതുക. മൈനസ് 3 സ്ക്വയർ 9 ആണ്, 9 ഇൻറ്റു 4 36 ആണ്. ഓക്കെ, 36. അത് കഴിഞ്ഞിട്ട് വീണ്ടും പ്ലസ് 3 പ്ലസ് 6. അപ്പൊ അതങ്ങ് എഴുതാം. പ്ലസ് 3 പ്ലസ് 6 എന്ന് തന്നെ നമുക്ക് അതങ്ങ് എഴുതാം. ഓക്കെ, അപ്പൊ ഇത് ചെയ്യുമ്പോഴത്തേക്ക് 27 പ്ലസ് 3 പ്ലസ് 6 ഇതെല്ലാം പ്ലസ് ആണ്. അപ്പൊ അത് 36 എന്ന് വരും. മൈനസ് ഇവിടെ ഒരു 36 ഇസ് ഈക്വൽ ടു 0. അതായത് എഫ് ഓഫ് 3 ഇസ് ഈക്വൽ ടു 0 ആണ്. ഓക്കെ, എഫ് ഓഫ് 3 ഇസ് ഈക്വൽ ടു 0 ആയാൽ എക്സ് ഇസ് ഈക്വൽ ടു 3 ഈസ് എ 0 ഓഫ് ദിസ് പോളിനോമിയൽ. ഈ പോളിനോമിയലിന്റെ 0 ആണ് എക്സ് ഇസ് ഈക്വൽ ടു 3 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടി, അത് 0 ആണെന്ന് കിട്ടി. നമുക്ക് എക്സാമിൻ ചെയ്യാനേ ഉള്ളൂ, അത് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഫൈനൽ ആൻസർ സെന്റൻസ് പോലെ എഴുതണം. അപ്പൊ എന്താണ് ഇവിടെ? എക്സാമിൻ വെദർ എക്സ് ഇസ് ഈക്വൽ ടു 0 ഈസ് എ പോളിനോമിയൽ ഓഫ് ദ ഗിവൺ പോളിനോമിയൽ എന്നാ ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ ആൻസർ ആയിട്ട് ഏറ്റവും ഫൈനൽ ആൻസർ ആയിട്ട് എന്താ എഴുതുക? ആൻസർ എന്ന് എടുത്ത് എഴുതിയിട്ട് നമ്മൾ എഴുതണം യെസ് എക്സ് ഇസ് ഈക്വൽ ടു 3 ഈസ് എ 0 ഓഫ് ദ പോളിനോമിയൽ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് 4x സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 6 എന്ന് എഴുതി ആൻസർ നിൽക്കുക. ഇനി അത് എന്തുകൊണ്ടാ? അത് എഫ് ഓഫ് 3 ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് കൊണ്ടാണ്. ആ തിയറത്തിന്റെ പേരും കൂടെ എഴുതി വെക്കാൻ പറ്റുമെങ്കിൽ വളരെ നല്ലതാണ്. തിയറം ഏതാണ്? ഫാക്ടർ തിയറമാണ്. ഫാക്ടർ തിയറം പറയുന്നത് എന്താ? എഫ് ഓഫ് എ ഇസ് ഈക്വൽ ടു 0 ആണെങ്കിൽ എക്സ് മൈനസ് എ ഒരു പോളിനോമിയൽ ആയിരിക്കും, ഒരു ഫാക്ടർ ആയിരിക്കും. അതായത് എക്സ് മൈനസ് എക്ക് പകരം എക്സ് മൈനസ് 3 ഒരു ഫാക്ടർ ആയിരിക്കും. അതായത് എക്സ് ഈസ് ഈക്വൽ ടു 3 0 ഓഫ് ദ പോളിനോമിയൽ ആണ്, അത് സാറ്റിസ്ഫൈ ചെയ്യും. അപ്പൊ ഫാക്ടർ തിയറം വെച്ചിട്ടാണ് നമ്മൾ ഇത് കണ്ടുപിടിച്ചത്. ഇത് ഫാക്ടർ തിയറത്തിന്റെ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്, ഫാക്ടർ തിയറത്തിന്റെ. ഓക്കെ, അപ്പൊ ആ തിയറം കൂടെ എഴുതി വെച്ചാൽ വളരെ നല്ലതാണ്. അപ്പൊ ഒരു മോഡൽ ആൻസർ ജനറേറ്റ് ചെയ്തിട്ടുള്ള ഒരു മോഡൽ ആൻസർ ഇതാ ഇവിടെ കാണിക്കാം. ഇത്തരത്തിൽ നമുക്ക് മാക്സിമം ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് എഴുതാൻ പറ്റിയാൽ അത്രയും നല്ലതാണ്. എക്സ് ഇസ് ഈക്വൽ ടു 3 കൊടുത്ത് എഫ് ഓഫ് എക്സും എഫ് ഓഫ് 3യും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി എഫ് ഓഫ് 3 ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ട് എല്ലാം ചെയ്തിട്ടുണ്ട്, അത് 0 ആണെന്ന് കണ്ടുപിടിച്ചിട്ടുമുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ എത്രത്തോളം ഭംഗിയായിട്ട് നമുക്ക് എഴുതി ഫലിപ്പിക്കാൻ പറ്റുമോ അത്രയും നമുക്ക് കൂടുതൽ മാർക്ക് കിട്ടാനുള്ള സാധ്യതയും ഉണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ആൻ ഇക്വേഷൻ whose roots are the reciprocals of the roots of the equation x square plus x minus 2 equal to 0. ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് എടുത്തെഴുതണം. ആ തന്നിരിക്കുന്ന കാര്യം എടുത്തെഴുതാം. ഇതാണ്, ഞാൻ ഇനി എടുത്ത് എഴുതുന്നില്ല. എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 2 ഇസ് ഈക്വൽ ടു 0 ആണ് നമ്മുടെ ഇക്വേഷൻ. അപ്പൊ നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഇതിന്റെ റൂട്ട്സ് ആണ്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഈ റൂട്ട്സിന്റെ റെസിപ്രോക്കൽ റൂട്ട് ആയിട്ട് വരുന്ന ഇക്വേഷൻ എഴുതുക എന്നാണ്. അപ്പൊ ഇതിന്റെ റൂട്ട് ആദ്യം കണ്ടുപിടിക്കണം, അതാണ് സ്റ്റെപ്പ് 1. അത് സ്റ്റെപ്പ് 1 എന്ന് പറഞ്ഞ് തന്നെ എടുത്ത് എഴുതുക. സ്റ്റെപ്പ് 1ൽ ഇതിന്റെ റൂട്ട് കണ്ടുപിടിക്കണം. സ്റ്റെപ്പ് 2ൽ എന്താ ചെയ്യേണ്ടത്? ഈ റൂട്ട്സിന്റെ റെസിപ്രോക്കേറ്റ് ചെയ്യണം. ഇത് റൂട്ട്സിന്റെ റെസിപ്രോക്കൽ എടുക്കണം. എന്നിട്ട് സ്റ്റെപ്പ് 3 അത് റൂട്ട്സ് ആയിട്ട് വരുന്ന ഒരു പോളിനോമിയൽ നമ്മൾ ഫോർമുലേറ്റ് ചെയ്തെടുക്കണം. അപ്പൊ ഈ 3 സ്റ്റെപ്പുകളാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പൊ ഓരോന്നായിട്ട് ചെയ്യാം. അപ്പൊ ഗിവൻ പോളിനോമിയൽ ഏതാണ്? എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 2 ഈക്വൽ ടു 0. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് ഫൈൻഡ് ദ റൂട്ട്സ് ഓഫ് ദ ഇക്വേഷൻ. ഈ ഇക്വേഷന്റെ റൂട്ട്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 2 ഇസ് ഈക്വൽ ടു 0. അപ്പൊ റൂട്ട്സ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ 4 മെത്തേഡ്സ് പഠിച്ചിട്ടുണ്ട്.
റൂട്ട്സ് കണ്ടുപിടിക്കാൻ 4 മെത്തേഡ്സ് പഠിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാർഗം നമുക്ക് ഇവിടുത്തെ കോഎഫിഷ്യൻസ് നോക്കാം. എക്സിന്റെ കോഎഫിഷ്യന്റ് +1 ആണ്. ഓക്കെ, ഇനി ഇതിന്റെ കോഎഫിഷ്യൻ കോൺസ്റ്റന്റ് ടേം -2 ആണ്. ഓക്കെ, കോൺസ്റ്റന്റ് ടേം -2 ആണ്. അപ്പൊ നമ്മളിവിടെ എന്താ ചെയ്യേണ്ടത്? നമ്മളിവിടെ അത്തരത്തിലൊരു അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു രണ്ട് നമ്പേഴ്സ് നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ജോലി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഇക്വേഷൻ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് -2 ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അതിന്റെ റൂട്ട്സ് എന്ന് പറയുന്നത് x+2 ഇൻറ്റു x-1. ഇങ്ങനെ നമുക്കതിനെ സ്പ്ലിറ്റ് എഴുതാൻ പറ്റും. x+2 ഇൻറ്റു x-1 എന്ന് നമുക്കതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ഇത് വെച്ചിട്ട് അപ്പോ ഈ x+2 ഇതിന്റെ ഫാക്ടർ ആണ്, x-1 ഇതിന്റെ ഫാക്ടർ ആണ്. ഇത് രണ്ടും ഇതിന്റെ ഫാക്ടേഴ്സ് ആണ്. അപ്പൊ ഇത് വെച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ റൂട്ട്സ് എന്ന് പറയുന്നത് ഈ ഒരു പെർട്ടിക്കുലർ ഇക്വേഷന്റെ റൂട്ട് എന്ന് പറയുന്നത് -2ഉം +1ഉം എന്ന് കിട്ടും. സോ ദീസ് ആർ ദ റൂട്ട്സ്. ഇതാണ് ഈ ഇക്വേഷന്റെ റൂട്ട്സ് എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റെപ്പ് 1 നമ്മൾ ചെയ്തു, ഇതിന്റെ റൂട്ട്സ് കണ്ടുപിടിച്ചു. ഇനി സ്റ്റെപ്പ് 2ൽ നമ്മൾ എന്താ ചെയ്യുക? സ്റ്റെപ്പ് 2ൽ നമ്മൾ ചെയ്യുന്നത് ഈ റൂട്ട്സിനെ എന്ത് ചെയ്യുക? ഈ റൂട്ട്സിനെ റെസിപ്രോക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ റെസിപ്രോക്കേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് റൂട്ട്സ് എന്ന് പറയുന്നത് -1/2 എന്നും 1 എന്നും കിട്ടും. 1ന്റെ റെസിപ്രോക്കൽ 1 തന്നെയാണല്ലോ. അപ്പൊ ന്യൂ റൂട്ട്സ് എന്ന് പറയുന്നത് -1/2ഉം 1ഉം ആണ്. നമ്മള് ഇത് നമ്മുടെ പോർഷൻ എടുത്ത സമയത്ത്, പോളിനോമിയൽസ് നമ്മൾ പോർഷൻ ആയിട്ട് എടുത്ത സമയത്ത് ഈ റൂട്ട്സിനെ നമ്മൾ ആൽഫ എന്നും ബീറ്റ എന്നുമാണ് റെപ്രസെന്റ് ചെയ്തത്. അപ്പൊ നമുക്ക് 2 റൂട്ട്സ് കിട്ടി, ആൽഫ ആൻഡ് ബീറ്റ. അങ്ങനെ 2 റൂട്ട്സ് കിട്ടി. ഓക്കെ, അപ്പോ ഈ ആൽഫയും ബീറ്റയും റൂട്ട്സ് ആയിട്ട് വരുന്ന ഒരു പുതിയ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമ്മൾ ഫോർമുലേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ 3ാമത്തെ സ്റ്റെപ്പ്. അപ്പൊ റെസിപ്രോക്കേറ്റ് ചെയ്തു, ഇനി പുതിയൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കണ്ടുപിടിക്കുക. അതിന് നമ്മളൊരു സിംഗിൾ ഇക്വേഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്താണ്? x² മൈനസ് ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു എക്സ് പ്ലസ് ആൽഫ ബീറ്റ ഇസ് ഈക്വൽ ടു 0. ഇത് നമ്മൾ പഠിച്ചത് കോഎഫിഷ്യൻസും റൂട്ട്സ് ആൻഡ് കോഎഫിഷ്യൻസ് എന്ന് പറയുന്ന ഒരു ഭാഗം നമ്മൾ പോളിനോമിയൽസിൽ പഠിച്ചു. ആ ഒരു ഭാഗത്ത് നമ്മൾ ഇക്വേഷൻ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, ആൽഫ പ്ലസ് ബീറ്റ മൈനസ് ആൽഫ പ്ലസ് ബീറ്റ ആയിരിക്കും എക്സിന്റെ കോഎഫിഷ്യന്റ്, ആൽഫ ബീറ്റ ആയിരിക്കും വൈയുടെ കോൺസ്റ്റന്റ് ടേം എന്ന് പറയുന്നത്. അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഇക്വേഷൻ എഴുതിയത്. യെസ്, ഇനി ഇവിടെ നമുക്ക് നമ്മുടെ ആ ഒരു റൂട്ട്സിന്റെ വാല്യൂസ് ഇട്ട് കൊടുക്കാം. അതായത് x² മൈനസ് ഫസ്റ്റ് റൂട്ട് ആൽഫ ഇസ് ഈക്വൽ ടു -1/2 അല്ലേ? അപ്പൊ -1/2 +1 എന്ന് വരും. അതിന് ഇൻറ്റു എക്സ് പ്ലസ് -1/2 ഇൻറ്റു 1 എന്ന് നമുക്ക് ആൻസർ വരും. ഇതെല്ലാം നമുക്ക് വേർഡ്സ് ആയിട്ടും കൂടെ എഴുതണം. ഓക്കെ, അപ്പോ ഇത് ചെയ്തെടുക്കുമ്പോൾ x² -1/2 എക്സ് -1/2 എന്ന് തന്നെ വരും. ഓക്കെ, അപ്പോ ഇവിടെ ഫ്രാക്ഷൻസ് ആ കിട്ടിയത്. നമുക്കൊരു കൃത്യമായിട്ടുള്ള ഒരു പോളിനോമിയൽ ആക്കി എഴുതാനായിട്ട് ഇതിനെ നമുക്കിനി എന്ത് ചെയ്യാം? ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ ത്രൂ ഔട്ട് ദ ഇക്വേഷൻ ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് എന്ത് വരും? 2x² മൈനസ് എക്സ് -1 ഇസ് ഈക്വൽ ടു 0 എന്ന് വരും. ഇവിടെ എന്റെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ ഒരു 2 എക്സ്ട്രാ വരുന്നു. ഇവിടെ ഈ 2 ക്യാൻസൽ ആവും, ഇവിടെ ഈ 2ഉം ക്യാൻസൽ ആവും. അപ്പൊ മൾട്ടിപ്ലൈഡ് ദ ഹോൾ ഇക്വേഷൻ അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ദ ഹോൾ പോളിനോമിയൽ ബൈ 2 എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കിത് എഴുതേണ്ടതായിട്ടുണ്ട്. അപ്പൊ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഇതൊന്ന് കിട്ടും. ഇതിന്റെ ഫൈനൽ ആൻസർ നമ്മൾ എടുത്തെഴുതുക. എന്താണ് റിക്വയർഡ് ഇക്വേഷൻ? അതിന്റെ റൂട്ട്സ് ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ റൂട്ട്സിന്റെ റെസിപ്രോക്കൽ ആയിട്ട് വരുന്ന ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത് 2x² മൈനസ് എക്സ് -1 ഇസ് ഈക്വൽ ടു 0 ആണ് എന്ന് എഴുതിയിട്ട് നമ്മൾ നമ്മുടെ ആൻസർ നിർത്തുക. അപ്പൊ ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ ഓരോ സ്റ്റെപ്പ് ആയിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. സ്റ്റെപ്പ് 1 അതിൽ ഫൈൻഡ് ദ റൂട്ട്സ് ഓഫ് ദ ഇക്വേഷൻ, അത് ഫാക്ടറൈസേഷൻ ഉപയോഗിച്ച് ചെയ്യുക. സ്റ്റെപ്പ് 2 അതിനെ റെസിപ്രോക്കേറ്റ് ചെയ്യുക. സ്റ്റെപ്പ് 3 ആ റെസിപ്രോക്കേറ്റ് ചെയ്ത ഇത് വെച്ചിട്ട് ഒരു പുതിയ ക്വാഡ്രാറ്റിക് ഇക്വേഷനെ നമ്മൾ ഫോം ചെയ്തെടുക്കുക. ഓക്കെ, ഇത്രയും കാര്യമാണ് നമുക്ക് ചെയ്യേണ്ടത്.
ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. തീർന്നിട്ടില്ല, ഒരു നെക്സ്റ്റ് പാർട്ടും കൂടെ ഉണ്ട്. അത് ചെയ്തിട്ട് നമുക്ക് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് അതിന്റെ ഫൈനൽ ആൻസറിലേക്ക് എത്താം. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, യെസ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. Okay, if 2x plus my is equal to 8 and nx minus 3y is equal to 5 have an infinite number of solution, find the values of m and n. ഇത് ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾസ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് നമുക്ക് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അവിടെ നമ്പർ ഓഫ് സൊല്യൂഷൻസ്, ലീനിയർ ഇക്വേഷന്റെ നമ്പർ ഓഫ് സൊല്യൂഷൻസ് വെച്ചിട്ട് നമ്മൾ പല രീതിക്ക് നമ്പർ ഓഫ് സൊല്യൂഷൻസ് കണ്ടുപിടിച്ച് അത് കൺസിസ്റ്റന്റ് ആണോ ഇൻകൺസിസ്റ്റന്റ് ആണോ എന്നെല്ലാം നമ്മൾ ചെയ്തതാണ്. അപ്പോ ആ ക്ലാസ്സുകളിൽ നമ്മൾ ഇതിന്റെ പല രീതിക്ക് സൊല്യൂഷൻ കണ്ടുപിടിച്ചു. അത് ഗ്രാഫിക്കൽ മെത്തേഡിൽ നമ്മൾ അതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിച്ചു. അത് ഗ്രാഫിക്കൽ മെത്തേഡിൽ കണ്ടുപിടിക്കുമ്പോൾ 2 ലൈൻസ്, ഇതെല്ലാം ലീനിയർ ഇക്വേഷൻസ് ആണ്. അപ്പൊ ലീനിയർ ഇക്വേഷൻസിനെ ഗ്രാഫ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ് കിട്ടുന്നത്. ആ സ്ട്രെയിറ്റ് ലൈൻ ഒരു സെറ്റ് ഓഫ് ലീനിയർ ഇക്വേഷൻ ആണെങ്കിൽ ആ സ്ട്രെയിറ്റ് ലൈൻ പരസ്പരം പാരലൽ ആണെങ്കിൽ അതിന്റെ അർത്ഥം അതിന് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ഉണ്ട് എന്നാണ്. ഓക്കെ, സോ അത്തരത്തിൽ നമ്മൾ ധാരാളം കാര്യങ്ങൾ ചെയ്തതാണ്, അവിടെ ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ ഞാൻ ഇവിടെ ഈ പറഞ്ഞ പോയിന്റ് മാത്രം നമുക്ക് തൽക്കാലം എടുക്കാം. ഈ ക്വസ്റ്റ്യൻ ആവശ്യമായിട്ടുള്ള ഈ പോയിന്റ് മാത്രം നമുക്ക് എടുക്കാം. ഞാൻ എന്താ പറഞ്ഞത്? ആ ലൈൻസ് പരസ്പരം പാരലൽ ആണെങ്കിൽ അതിന് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. അപ്പൊ ലൈൻസ് പാരലൽ ആണെങ്കിൽ അവിടെ വരുന്ന ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്, നമുക്ക് ഈ 2 ഇക്വേഷൻസും ഒന്ന് എടുത്തെഴുതാം. അപ്പൊ നമുക്ക് 2 ഇക്വേഷൻസ് ഉണ്ട്. 2x plus my is equal to 8 ആണ് ഫസ്റ്റ് ഇക്വേഷൻ. 2x plus my is equal to 8. ഇനി സെക്കൻഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് nx minus 3y is equal to 5. So these are the 2 equations that we have. അപ്പൊ ഈ 2 ഇക്വേഷനിൽ നിന്നും നമുക്ക് a1 a2 b1 b2 c1 c2 എന്നിവ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ജോലി. അപ്പൊ a1 അല്ലെങ്കിൽ a കൊണ്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എക്സിന്റെ കോഎഫിഷ്യൻസ് ആണ്. അതായത് നോർമലി നമ്മൾ ഈ ഒരു ലീനിയർ ഇക്വേഷനെ ax plus by is equal to c എന്ന ഫോർമുലാണ് എഴുതുന്നത്. അപ്പൊ എക്സിന്റെ കോഎഫിഷ്യൻസിനെയാണ് നമ്മൾ a കൊണ്ട് സൂചിപ്പിച്ചത്. അത് നമ്മുടെ നോട്ട്സിലും അങ്ങനെ തന്നെയായിരുന്നു, അതുപോലെ തന്നെ ഇവിടെ ചോദിച്ചിട്ടുണ്ട്. അപ്പോ ഈ ഒരു ലീനിയർ ഇക്വേഷന് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ഉണ്ടെങ്കിൽ അതിന്റെ മീനിങ് a1 by a2 is equal to b1 by b2 is equal to c1 by c2 എന്നാണ്. കാരണം പാരലൽ ലൈൻസിന്റെ പ്രത്യേകത, ഈ പാരലൽ ലൈൻസിന്റെ ഈ കോഎഫിഷ്യൻസ് തമ്മിൽ പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഇതിനെ ഒരു നമ്പർ കൊണ്ട് ത്രൂ ഔട്ട് ഇൻറ്റു ചെയ്താൽ അടുത്ത ഒരു നമ്പർ കിട്ടും. അതിന്റെ റേഷ്യോ എല്ലാം സെയിം ആയിരിക്കും, ഇവർ പരസ്പരം പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതാണ് ഈ പാരലൽ ലൈൻസിന്റെ ഇക്വേഷൻസ് തമ്മിലുള്ള ഒരു പ്രത്യേകത. അപ്പൊ ലൈൻസ് പാരലൽ ആണെങ്കിൽ തീർച്ചയായിട്ടും a1 by a2 equal to b1 by b2 is equal to c1 by c2 ആയിരിക്കും. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അല്ല, അത് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. എമ്മിന്റെ എന്നിന്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഒരു റിലേഷനിലേക്ക് ആണ് എത്തേണ്ടത്. അപ്പൊ നമുക്ക് a1നും b1നും c1നും അതുപോലെ a2നും b2നും c2നും എല്ലാം നമുക്ക് വാല്യൂസ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് 2/n എങ്ങനെ കിട്ടി? a1 ഇവിടെ 2ഉം a2 എന്ന് പറയുന്ന n ആണ്. അതുപോലെ ഈക്വൽ ടു നെക്സ്റ്റ് എന്താ വരുന്നത്? m/-3. അതിനെ -m/3 എന്ന് എഴുതിയാലും കുഴപ്പമില്ല. അപ്പൊ -m/3 is equal to നെക്സ്റ്റ് കോൺസ്റ്റന്റ് ടേം 8/5 എന്നാണ് വരുന്നത്. അപ്പൊ ഇതിനെ എന്താക്കാം? നമുക്ക് ഇതിനെ സോൾവ് ചെയ്യാം. അപ്പൊ അടുത്ത സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് എമ്മും എന്നും കണ്ടുപിടിക്കുകയല്ലേ ചെയ്യേണ്ടത്. ഈ ഒരു പാർട്ടില് n ഉണ്ട്, ഈ ഒരു ടേമില് എമ്മും ഉണ്ട്. അപ്പൊ ഈ 2 ടേമിനെയും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ലാസ്റ്റ് ടേമുമായിട്ട് ഇക്വേറ്റ് ചെയ്താൽ നമുക്ക് എമ്മിന്റെയും എന്നിന്റെയും വാല്യൂ വളരെ പുഷ്പം പോലെ കണ്ടുപിടിക്കാം. അപ്പൊ 2/n is equal to 8/5 എന്ന് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. ഇനി വളരെ സിമ്പിൾ ആയിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റുമെങ്കിൽ പോലും നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്? ഒറ്റ സ്റ്റെപ്പിൽ ആൻസർ ചെയ്യാതെ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത്, അതായത് 2 into 5 is equal to 8n എന്നൊക്കെ എഴുതിയിട്ട് n is equal to എന്താണ്? 2 into 5 10 by n is equal to 2 into 5 by 8 is equal to അത് ക്യാൻസൽ ചെയ്ത് 5/4 എന്ന് ആൻസർ എഴുതുക. അപ്പൊ എന്നിന്റെ വാല്യൂ നമുക്ക് 5/4 എന്ന് കിട്ടി. ഇതേ മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? നമുക്ക് എമ്മിന്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, സോ എമ്മിന്റെ വാല്യൂ ഇസ് ഈക്വൽ ടു, അത് കണ്ടുപിടിക്കാനായിട്ട് -m/3 ഇസ് ഈക്വൽ ടു 8/5 എന്ന് പറയുന്ന ഇക്വേഷനിൽ ഇക്വേറ്റ് ചെയ്യുക. -5m ഇസ് ഈക്വൽ ടു 8 into 3.
അപ്പോൾ m ഈസ് ഈക്വൽ ടു -8 into 3 24 ആണ് ഡിവൈഡഡ് ബൈ 5. അപ്പോ എമ്മിന്റെ വാല്യൂ -24/5 എന്നും എന്നിന്റെ വാല്യൂ 5/4 എന്നും ആൻസർ വന്നു. അപ്പൊ ഈ വാല്യൂസ് നമ്മൾ ഏറ്റവും അവസാനം ഒന്ന് എടുത്ത് എഴുതുക. എന്താണ് എമ്മിന്റെ വാല്യൂ ഇത്രയാണ്, എന്നിന്റെ വാല്യൂ ഇത്രയാണ് എന്ന് നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മുടെ ആൻസർ എന്താണോ ക്വസ്റ്റ്യൻ ഡിമാൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ എന്താണോ നമ്മളോട് ചോദിക്കുന്നത് ആ കാര്യമായിരിക്കണം നമ്മുടെ ഏറ്റവും അവസാനം ആൻസർ ആയിട്ട് എഴുതേണ്ടത്. അല്ലാതെ വെറുതെ ഈക്വൽ ടു എഴുതുന്നതിന് പകരം അങ്ങനെ ആൻസർ ആയിട്ട് എഴുതിയാൽ വളരെ നന്നായിരിക്കും. അപ്പോൾ ഇതാണ് അതിന്റെ ഒരു മോഡൽ ഒരു ആൻസർ എന്ന് പറയുന്നത്. ഈ സ്റ്റെപ്പ് തന്നെ ഫോളോ ചെയ്യണമെന്നില്ല, പക്ഷെ ഇതുപോലെ മാക്സിമം ഇലാബറേറ്റ് ചെയ്ത് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് തന്നെ എഴുതാനായിട്ട് ശ്രമിക്കുക. അവിടെ ഓരോ ഇവിടെ ചെയ്തിരിക്കുന്ന രീതി ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് ഉണ്ടെങ്കിൽ ആ റേഷ്യോസും കോഎഫിഷ്യൻസും തമ്മിലുള്ള ആ ഒരു റിലേഷൻ ആദ്യം കാണിച്ചിട്ടുണ്ട്. എന്നിട്ട് രണ്ട് ഇക്വേഷനും അവർ എഴുതിയിട്ടുണ്ട്. ഈ രണ്ട് വ്യത്യസ്ത ഇക്വേഷനും അവർ എഴുതി കാണിച്ചിട്ടുണ്ട്. അതിനുശേഷം ആ ഒരു റിലേഷൻ വീണ്ടും എഴുതി സെപ്പറേറ്റ് ആയിട്ട് തന്നെ രണ്ടും സോൾവ് ചെയ്ത് ഫൈനൽ ആൻസറിലേക്ക് എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതിൽ ഇനി വേറെ ലൂപ്സ് ഒന്നുമില്ല, ഡയറക്റ്റ് ആയിട്ട് ചെയ്യാം. അടുത്ത ചോദ്യം വളരെ ഈസിയാണ്. ഫൈൻഡ് ദ സ്ക്വയർ റൂട്ട് ഓഫ് ദ നമ്പർ. ഈ നമ്പറിന്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കാവുന്ന വളരെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ് പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ്. അപ്പൊ ആ പ്രൈം ഫാക്ടറൈസേഷൻ നമുക്ക് ഓരോന്നിലും ചെയ്യാം. അപ്പൊ 15നെ പ്രൈം ഫാക്ടറൈസ് ചെയ്യുമ്പോഴത്തേക്ക് 5ഉം 3ഉം രണ്ടും പ്രൈം നമ്പേഴ്സ് ആണ്. ഇനി ഇതിനെ ഫാക്ടറൈസ് ചെയ്യാനായിട്ട് പറ്റില്ല. 27നെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 3 into 3 into 3 എന്ന് വരും. അതായത് 3 ക്യൂബ് ആണ് അതിന്റെ പ്രൈം ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അടുത്ത 125 ഒറ്റ അടിക്ക് തന്നെ നമുക്ക് ആൻസർ ചെയ്യാം. എന്നാലും 5 into 5 into 5 into 5 into 5 into 5 is equal to 5 raised to 3 എന്ന് തന്നെ എഴുതുക. അപ്പൊ നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തു. ഇതാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ്. ഇനി രണ്ടാമതായിട്ട് ചെയ്യേണ്ടത് എന്താണ്? ഇത് വീണ്ടും എടുത്തെഴുതുക. 15 into 27 into 125 ആണ് കണ്ടുപിടിക്കേണ്ടത്. വീണ്ടും പ്രൈം ഫാക്ടേഴ്സ് എടുത്ത് എഴുതുന്ന സമയത്ത് 5 into 3 into 3 ക്യൂബ് into 5 ക്യൂബ് is equal to 3 ക്യൂബിന്റെ കൂടെ ഒരു 3 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 raised to 4. 5 ക്യൂബിന്റെ കൂടെ ഒരു 5 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5 raised to 4. അപ്പൊ 3 raised to 4 into 5 raised to 4 എന്ന് ആൻസർ കിട്ടി. 3 raised to 4 into 5 raised to 4 എന്ന് ആൻസർ കിട്ടി. ഇനി നമുക്ക് ഇതിന്റെ റൂട്ട് കണ്ടുപിടിക്കാനായിട്ട് റൂട്ട് ഓഫ് ദിസ് വാല്യൂ, ഞാനത് അവിടെ എഴുതുന്നില്ല, ഈ വാല്യൂന്റെ റൂട്ട് സമം അങ്ങനെ തന്നെ എടുത്ത് എഴുതുക. അത് റൂട്ട് ഓഫ് 3 raised to 4 into 5 raised to 4 ആണ്. അല്ലെങ്കിൽ നമുക്ക് ഇതിനെ ഒന്ന് ചുരുക്കി വേണമെങ്കിലും എഴുതാം. കാരണം ഇത് a raised to m into b raised to m ആണ്. അത് a b the whole raised to m ആണ്. അപ്പൊ അങ്ങനെ എടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യാം. അപ്പൊ അവിടെ അങ്ങനെയാണ് എടുക്കുന്നതെങ്കിൽ ആ ഐഡന്റിറ്റി നമുക്ക് അവിടെ എഴുതി വെക്കണം. a raised to m into b raised to m is equal to a b the whole raised to m. ആ ഐഡന്റിറ്റി എഴുതിയിട്ട് വേണം നെക്സ്റ്റ് സ്റ്റെപ്പിൽ അത് ചെയ്യാനായിട്ട്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഐഡന്റിറ്റി എഴുതേണ്ട ആവശ്യമില്ല. യെസ്, 3 raised to 4 into 5 raised to 4 ആണ്. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 3 square into 5 square the whole square എന്ന് എഴുതാമല്ലോ. ഈ സ്ക്വയറിനെ റൂട്ടിന് വെളിയിൽ എടുക്കുമ്പോഴത്തേക്ക് അതങ്ങ് പോയിട്ട് 3 square into 5 square എന്ന് ആൻസർ കിട്ടും. 3 square 9 ആണ്, 5 square 25 ആണ്. ഓക്കെ, അപ്പൊ 25 into 9, 25 into 10 എന്ന് പറയുമ്പോഴത്തേക്ക് 250 ആണ്. അപ്പൊ into 9 എന്ന് പറയുമ്പോൾ 250 ഒരു 25 കുറയും. അപ്പൊ എന്താണ്? 225. നമ്മുടെ ഫൈനൽ ആൻസർ 225 ആണ്. അപ്പൊ എടുത്ത് എഴുതേണ്ടത് ഇങ്ങനെയാണ്. എന്താണ് നമ്മുടെ റൂട്ട്സ് ഓഫ് ദ നമ്പർ 15 into 27 into 125 is equal to 225 എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആൻസർ എടുത്ത് എഴുതാം. ഒരു മോഡൽ ആൻസർ ഇവിടെ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. യെസ്, അപ്പോൾ ഈ ഒരു ഫോമാറ്റിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട രീതിയിൽ മാക്സിമം ചെയ്യുക. അപ്പൊ ഇതെല്ലാം 3 marks ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ 3 mark ക്വസ്റ്റ്യന് ഇതൊക്കെ ഒരു 2 മാർക്കിനോ അത്രയൊക്കെ ഉള്ളൂ. വളരെ സിമ്പിൾ ആണ്. അപ്പൊ മാക്സിമം നമ്മുടെ അതാണ് ഏറ്റവും വലിയ ടാസ്ക്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനെ നമ്മൾ 3 മാർക്കിലേക്ക് വലിച്ചു നീട്ടണം. അതും ഒരു ടാസ്ക് ആണ്, അതും ഒരു പരീക്ഷണം തന്നെയാണ്. അപ്പോൾ അത് നമ്മൾ സക്സസ് ആയിട്ട് ചെയ്യുക. നമുക്ക് അറിയാവുന്ന എല്ലാ സ്റ്റെപ്പുകളും ഇലാബറേറ്റ് ആയിട്ട് ഒന്ന് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് എഴുതി പോയാൽ സുഖമായിട്ട് നമുക്ക് 3 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ഇത് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, യെസ്, അതാണ് അടുത്ത ഇക്വേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് 6ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. 6ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഇൻ എ ഫ്ലവർ ബെഡ് there are 28 rose plants in the first row, 25 in the second, 22 in the third, and so on. And if there is only one plant in the last row, how many rows are there in the flower bed? എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ,
അപ്പൊ ആദ്യത്തെ റോയിൽ 28 ആണ്. അപ്പൊ ഫസ്റ്റ് റോയിൽ 28 ആണ്. സെക്കൻഡ് റോയിൽ 25 റോസസ് ആണുള്ളത്. തേർഡ് റോയിൽ 22 റോസസ് ആണുള്ളത്. അങ്ങനെ 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 പോയിട്ടുണ്ട്. അങ്ങനെ പോയി 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 ലാസ്റ്റ് റോയിൽ ഒരൊറ്റ റോസിൽ ഇത് അവസാനിക്കും. അപ്പൊ നമുക്കൊരു സീക്വൻസ് കിട്ടി. ഓക്കെ, ഈ സീക്വൻസ് എന്ന് പറയുന്നത് കണ്ടാലേ നമുക്കറിയാം ഇതൊരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണ്. കാരണം ഇതിന്റെ കോമൺ ഡിഫറൻസ് സെയിമാ. കോമൺ ഡിഫറൻസ് എങ്ങനെയാ കണ്ടുപിടിക്കുക? സെക്കൻഡ് ടേമിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ടേമിൽ നിന്ന് അതിന് തൊട്ട് മുമ്പേ വരുന്ന ടേം എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. ആ ഒരു രീതിയിലാണ് നമ്മൾ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുന്ന സമയത്ത് നമുക്കിവിടെ എല്ലാം -3 എന്നാ കിട്ടുക. അതായത് 25 നിന്ന് 28 മൈനസ് ചെയ്താൽ -3 ആണ്. 22 നിന്ന് 25 മൈനസ് ചെയ്താൽ -3 ആണ്. അപ്പൊ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് -3 വരുന്ന ഫസ്റ്റ് ടേം 28 ആയ ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണ് നമുക്കിവിടെ കിട്ടിയത്. ഓക്കെ, അപ്പോ നമുക്കിവിടെ ഓരോന്നായിട്ട് എഴുതാം. ഫസ്റ്റ് ടേമിന് പല റെഫറൻസിലും പല ലെറ്റേഴ്സ് അല്ലെങ്കിൽ പല സിമ്പിൾസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ചിലയിടത്ത് F ഉപയോഗിക്കുന്നുണ്ട്, ചിലയിടത്ത് A ഉപയോഗിക്കുന്നുണ്ട്. അപ്പോ നമുക്ക് തൽക്കാലം A ഉപയോഗിക്കാം. അപ്പൊ ഓരോ കാര്യങ്ങളായിട്ട് എടുത്തെഴുതുക. ഫസ്റ്റ് ടേം A ഇസ് ഈക്വൽ ടു, വെറും A ഇസ് ഈക്വൽ ടു എന്ന് എഴുതരുത്. അത് മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഓരോത്തിനും ചില അബ്രിവേഷൻ അല്ലെങ്കിൽ അതിനെ സൂചിപ്പിക്കുന്ന സിമ്പിൾസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ആ സിമ്പിൾ എന്തിൻ്റെതാണ് എന്നും കൂടെ എഴുതി വെക്കുക. അപ്പൊ ഇവിടെ വെറുതെ A ഇസ് ഈക്വൽ ടു 28 എന്ന് എഴുതാതെ ഫസ്റ്റ് ടേം കോമ A ഇസ് ഈക്വൽ ടു 28 എന്ന് എഴുതുക. അടുത്തത് കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസിനെ D കൊണ്ടോ I കൊണ്ടോ ഒക്കെ സൂചിപ്പിക്കാറുണ്ട്. അപ്പൊ കോമൺ ഡിഫറൻസ് ഇസ് ഈക്വൽ ടു -3 ആണ്. അത് കുറച്ചും കൂടെ ഇതായിട്ട് 25 മൈനസ് 28 ഇസ് ഈക്വൽ ടു -3 അങ്ങനെ എഴുതുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലത്, ഏതെങ്കിലും രണ്ട് ടേം മൈനസ് ചെയ്ത് എഴുതുന്നത്. ഇനി ലാസ്റ്റ് ടേമിന് നമുക്ക് L എന്ന് സൂചിപ്പിക്കാം. ചില ഇതില് X1ഉം Xn എന്നൊക്കെ പറഞ്ഞ് സൂചിപ്പിക്കുന്നുണ്ട്. അതെല്ലാം നമ്മുടെ ഇഷ്ടമാണ്. നമുക്ക് ഇഷ്ടമുള്ള ലെറ്റേഴ്സ് എടുക്കാം, പക്ഷെ അത് അവിടെ എഴുതി വെക്കണമെന്നേ ഉള്ളൂ. ലാസ്റ്റ് ടേം കോമ L ഇസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം? 1 എന്ന് എഴുതാം. ഇനി നമ്പർ ഓഫ് ടേംസ് നമുക്ക് N ആയിട്ട് എടുക്കാം. N ആണ് നമ്മുടെ നമ്പർ ഓഫ് ടേംസ്. ഇനി നമ്മൾ ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കാനുള്ളത് എത്ര റോസ് ആർ ദെയർ, എത്ര റോസുകൾ ഉണ്ട്, റോസ് ഉണ്ട് എന്നാണ് കണ്ടുപിടിക്കാനുള്ളത്. അതായത് N ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. എത്ര വരിയിലാണ് ആ ഒരു ചെടികൾ അടുക്കി വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ആ പൂക്കൾ അടുക്കി വെച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. അപ്പൊ N ആണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാനായിട്ടുള്ളത്. ഓക്കെ, യെസ്. അപ്പൊ ഇവിടെ നമുക്ക് AP-യുടെ ഇക്വേഷൻ അറിയാം, നമുക്ക് nth ടേം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അറിയാം, AN അല്ലെങ്കിൽ XN. അത് ഇഷ്ടമുള്ള രീതിക്ക് എഴുതാം. AN ഇസ് ഈക്വൽ ടു A പ്ലസ് N-1 ഇൻറ്റു D ആണ് നമ്മുടെ ഇക്വേഷൻ. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് രണ്ട് രീതിക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത് വെച്ചിട്ട് നമുക്ക് AP-യുടെ ജനറൽ ഇക്വേഷൻ വച്ചിട്ട് ചെയ്യാം. അരിത്തമെറ്റിക് സീക്വൻസിന്റെ വലിയൊരു പ്രത്യേകതയാണ് അതിനൊരു ജനറൽ ഇക്വേഷൻ ഉണ്ടെന്നുള്ളത്. അപ്പൊ ജനറൽ ഇക്വേഷൻ ഫോർമുലേറ്റ് ചെയ്യുവാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട്, കാരണം ലാസ്റ്റ് ടേം ഇവിടെ തന്നിട്ടുള്ളത് കൊണ്ട് ഈ വാല്യൂസ് എല്ലാം ഇട്ടുകൊടുത്ത് നമുക്ക് ചെയ്യാം. അപ്പൊ ലാസ്റ്റ് ടേം ഇവിടെ 1 ആണ്. 1 ഇസ് ഈക്വൽ ടു A 28 ആണ്, പ്ലസ് N-1 നമുക്ക് അറിഞ്ഞുകൂടാ, D ഇസ് ഈക്വൽ ടു -3 ആണെന്ന് നമുക്ക് അറിയാം. അപ്പൊ ഇതങ്ങ് സോൾവ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോ എന്തെന്ന് വരും? 1 ഇസ് ഈക്വൽ ടു 28 മൈനസ് 3n പ്ലസ് 3 എന്ന് വരും. ഓക്കെ, അപ്പോ അടുത്ത സ്റ്റെപ്പിൽ 1 ഇസ് ഈക്വൽ ടു 31 മൈനസ് 3n എന്ന് വരും. അപ്പൊ 3n ഇസ് ഈക്വൽ ടു 3n. അപ്പൊ 3n ഇസ് ഈക്വൽ ടു എന്തെന്ന് വരും? ഇതങ്ങ് അപ്പുറത്ത് പോകുമ്പോഴത്തേക്ക് -3n ഇസ് ഈക്വൽ ടു -30 എന്ന് വരുന്നു. ഇത് ക്യാൻസൽ ആയി പോയിട്ട് n ഇസ് ഈക്വൽ ടു 10 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. നമ്മൾ 10 റോസിലാണ് ഈ ഒരു പൂക്കൾ അടുക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ നമ്പർ ഓഫ് റോസ് ഇസ് ഈക്വൽ ടു 10 എന്ന് കിട്ടും. ആ ആൻസർ ഒന്ന് എടുത്തെഴുതുക. കറക്റ്റ് ആയിട്ട് ഏറ്റവും അവസാനം എടുത്തെഴുതുക. എത്ര റോസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് എടുത്തെഴുതുക. ഓക്കെ, അപ്പൊ ഇത് അരിത്തമെറ്റിക് സീക്വൻസിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇനി ഇതിന്റെ തന്നെ ഇത് നമ്മുടെ ജനറൽ ഇക്വേഷൻ, അരിത്തമെറ്റിക് സീക്വൻസിന്റെ അല്ലെങ്കിൽ അരിത്തമെറ്റിക് പ്രോഗ്രഷന്റെ ജനറൽ ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യുന്നതാണ്. അല്ലാതെ ഇതിന്റെ സം വെച്ചിട്ടുള്ള കണക്കുകളും കൂടുതലായിട്ട് ചോദിക്കാറുണ്ട്. കൂടുതൽ സം വെച്ചിട്ടുള്ള കണക്കുകളാണ് ചോദിക്കുക. ഇതിന്റെ സം എത്രയാണ്, അപ്പോൾ സമ്മിന്റെ ഇതും അറിയണം, സമ്മിന്റെ ഇക്വേഷൻ അറിയണം. ആ രണ്ട് ഇക്വേഷനെ പ്രധാനമായിട്ട് ഒരു AP-യിലുള്ളൂ പഠിക്കാനായിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇത് ഒരു AP ആണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. അപ്പോ ഏകദേശം ഒരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടുന്ന രീതിയിൽ ഇതിനെ ഒരു ആൻസർ എങ്ങനെ ജനറേറ്റ് ചെയ്യാം എന്നുള്ളതിന്റെ മോഡൽ നമുക്ക് ഇവിടെ സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കും.
അപ്പൊ ആ മോഡൽ അനുസരിച്ച് നമുക്ക് മാക്സിമം ഇതായിട്ട് ചെയ്യാം. ഓക്കെ, ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ചെയ്യുന്ന അടുത്ത സക്സസീവ് ആയിട്ടുള്ള സ്റ്റെപ്സ് മാക്സിമം അടുത്തടുത്ത വരികളിലായിട്ട് ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ, ഓരോ വരികളിലായിട്ട് ആൻസർ ചെയ്യാനായിട്ട് നോക്കുക. അപ്പൊ നമ്മുടെ ഷീറ്റ് കുറച്ച് ബൾക്കി ആവുകയാണെങ്കിൽ അതും ഒരു ഇതാണ്. ഒരുപാട് അങ്ങ് ഇതാക്കി എലാബറേറ്റ് ചെയ്യുകയും ചെയ്യരുത്. നമുക്ക് വായിക്കുമ്പോൾ ഒരു സുഖമുള്ള രീതിയിൽ നമ്മൾ അതിനെ മാക്സിമം എക്സ്പാൻഡ് ചെയ്ത് എഴുതുക എന്നുള്ളതാണ്. ഓക്കെ.